നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളിൽ പല ആളുകളുടെയും മനസ്സ് ഇപ്പോൾ വളരെ വേഗത്തിൽ പ്രവർത്തിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. അതായത് ഒരേ സമയം നിങ്ങളുടെ ഉള്ളിൽ പല വിധത്തിലുള്ള ചിന്തകളും കടന്നു വരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിലുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിന് ഉടനെ ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോവണം, അല്ലെങ്കിൽ അതിൽ പെട്ടെന്ന് പ്രതികരിക്കണം എന്ന ഒരു ശക്തമായ ആഗ്രഹം നിങ്ങളിൽ ഉണ്ടെന്നുള്ളതാണ് കാണുന്നത്. ആ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് കാത്തിരിക്കാനുള്ള ഒരു ക്ഷമ നിങ്ങളിൽ ഇല്ലെന്നുള്ളതാണ്. നിങ്ങളുടെ സത്യവും നിങ്ങളുടെ ചിന്തകളും അഭിപ്രായങ്ങളുമൊക്കെ തുറന്നു പറയാനുള്ള ആ ഒരു ധൈര്യം ഈ ഒരു സമയത്ത് നിങ്ങളിൽ കൂടുതലായിട്ട് ഉണ്ടെന്നുള്ളതാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ വികാരങ്ങളെ മനസ്സിലാക്കാതെ, അതായത് മറ്റുള്ളവർക്ക് എന്ത് തോന്നും, അവരെന്ത് വിചാരിക്കുമെന്ന് ചിന്തിക്കാതെ പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടാവാം. അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ചിന്തിക്കാതെ പറയുന്ന വാക്കുകൾ അല്ലെങ്കിൽ പെട്ടെന്നെടുക്കുന്ന തീരുമാനങ്ങൾ, ഇവയൊക്കെ പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് അത്തരം കാര്യങ്ങളിൽ പ്രവർത്തിക്കേണ്ട അല്ലെങ്കിൽ പ്രതികരിക്കേണ്ട ഒരു സമയം തന്നെയാണ്. പക്ഷേ അവിടെ നിങ്ങളുടെ മനസ്സിൻ്റെ വേഗതയോടൊപ്പം തന്നെ ആത്മനിയന്ത്രണവും വിവേകവും ആലോചനയും നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ആ ഒരു എനർജി അത് നിങ്ങൾക്ക് അനുകൂലമായിട്ട് മാറും എന്നുള്ളതാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ വഴിയിലേക്ക് കടക്കാനുള്ള അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാക്കാനുള്ള ഒരു ആവേശം നിങ്ങളിൽ ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ മുൻകാല അനുഭവങ്ങളുടെ അല്ലെങ്കിൽ പരാജയങ്ങളുടെയൊക്കെ ആ ഒരു ഭാരം വിട്ടുകളഞ്ഞ് എല്ലാം ശരിയാകും എന്ന വിശ്വാസത്തോടെ മുന്നോട്ട് പോകാനുള്ള ഒരു എനർജി നിങ്ങൾക്ക് വന്ന് ചേരും എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പുതിയ അധ്യായത്തിൻ്റെ തുടക്കത്തെ സൂചിപ്പിക്കുന്ന വളരെ ശക്തമായിട്ടുള്ള ഒരു എനർജിയാണ് കാണുന്നത്. ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്, വിശ്വാസത്തോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക, പുതിയ പുതിയ അനുഭവങ്ങളെ നിങ്ങൾ സ്വീകരിക്കുക എന്ന്. ഒരുപക്ഷെ പല വിധത്തിലുള്ള തെറ്റുകളും തിരിച്ചടികളും നിങ്ങൾക്ക് മുന്നോട്ട് പോകും തോറും സംഭവിച്ചേക്കാം. പക്ഷേ അതൊന്നും പരാജയമല്ല, മറിച്ച് അതൊരു പാഠമാണ് എന്നുള്ള ഒരു തിരിച്ചറിവോടെ തന്നെ മുന്നോട്ട് പോവുക എന്നാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്. അതായത് നിങ്ങളിലേക്ക് വരുന്ന പുതിയ പുതിയ അനുഭവങ്ങളെ നിങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. ഇവിടെ നിങ്ങളുടെ വിശ്വാസവും, അതായത് എല്ലാം ശരിയാകും എന്നുള്ള നിങ്ങളുടെ ആ ഒരു വിശ്വാസവും, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ഒരു ജാഗ്രതയും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ജീവിതത്തെ ശരിയായ ദിശയിലേക്ക് നിങ്ങൾക്ക് നയിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് കാണുന്നത്. കൂടാതെ ഇവിടെ നിങ്ങളിൽ പല ആളുകളിലും ഇപ്പോൾ ഒരു ശൂന്യത അനുഭവപ്പെടുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അതായത് പുറമേ എല്ലാം ശരിയായതുപോലെ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഉള്ളതുപോലെ നിങ്ങൾക്ക് തോന്നുകയും പക്ഷേ മനസ്സിനകത്ത് ഒരു തൃപ്തിയില്ലാത്ത ഒരു അവസ്ഥ. അതായത് ഇത് ജീവിതത്തിൽ എനിക്ക് വേണ്ടതാണോ, ഇത് ശരിയാകുമോ എന്നൊക്കെയുള്ള ഒരു തോന്നൽ നിങ്ങളിൽ ഉള്ളതായിട്ടാണ് കാണുന്നത്. ഒരുപക്ഷെ നിലവിൽ നിങ്ങൾക്കുള്ള ഏതെങ്കിലും ഒരു ബന്ധത്തെയോ ഒരു സാഹചര്യത്തെയോ അതുപോലെ തന്നെ ജോലിയെയോ പഴയ ഓർമ്മകളെയോ ഒക്കെ വിട്ടുകളഞ്ഞ് മുന്നോട്ട് പോവണം എന്ന് നിങ്ങളിൽ പല ആളുകളും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. ഒരുപക്ഷെ അതിനെ വിട്ടുകളയുമ്പോൾ നിങ്ങൾക്ക് വേദന തോന്നുമായിരിക്കാം. കാരണം മുൻപത് നിങ്ങൾക്ക് വളരെയധികം സന്തോഷം നൽകിയിരുന്ന ഒന്നായിരിക്കാം. പക്ഷേ ഇന്ന് അത് നിങ്ങളെ സന്തോഷിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. അതിനാൽ തന്നെ അതിൽ നിന്നും മാറണം എന്ന ഒരു തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ മനസ്സിന് തൃപ്തിയില്ലാത്ത
ഒന്നിനെയും നിങ്ങൾ പിടിച്ച് നിർത്തരുത് എന്നുള്ളതാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു തോന്നലിനെ നിങ്ങൾ അവഗണിക്കരുത്. അത്തരം കാര്യങ്ങളെയൊക്കെ വിട്ടുകളയുന്നത് ഒരിക്കലും നഷ്ടമല്ല, മറിച്ച് അത് നിങ്ങളെ കൂടുതൽ സമാധാനത്തിലേക്കും ശരിയായ വഴിയിലേക്കും നയിക്കാനായിട്ട് സഹായകമാവും എന്നുള്ളതാണ്. അതുപോലെ ഇവിടെ നിങ്ങളിൽ പലരും എന്തെങ്കിലും കാര്യങ്ങളിൽ പരിശ്രമം നടത്തുന്ന ആളുകളായിരിക്കാം. എന്നാൽ ആ ശ്രമങ്ങൾക്ക് ഒരു ഫലം കാണുമോ എന്നുള്ള ഒരു സംശയം നിങ്ങളിൽ ഉള്ളതായിട്ടാണ് കാണുന്നത്. ഒരുപക്ഷെ നിങ്ങൾ നന്നായിട്ട് പരിശ്രമിക്കുന്നുണ്ടെങ്കിലും വലിയ മാറ്റമൊന്നും വരുന്നില്ല എന്നുള്ള ഒരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. എന്നാൽ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ശ്രമങ്ങൾക്ക് വളരെ പെട്ടെന്നൊരു ഫലം വന്നു ചേരണമെന്ന് നിങ്ങൾ തിടുക്കം കാണിക്കരുത്. ക്ഷമയോടെ ശാന്തമായിട്ട് നിങ്ങളുടെ ശ്രമങ്ങളെ ഒന്ന് വിലയിരുത്തുക. അതായത് നിങ്ങളിപ്പോൾ പോകുന്ന ആ ഒരു വഴിയിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണോ എന്ന് നിങ്ങൾ തിരിച്ചറിയുക. അവിടെ ക്ഷമയോടെ സ്ഥിരതയോടെ മുന്നോട്ട് പോവുക. ശരിയായിട്ടുള്ള ആ ഒരു സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളുടെ പരിശ്രമത്തിൻ്റെ ഫലം വന്നെത്തും എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ ഒരല്പം വൈകിയാലും നിങ്ങളുടെ ശ്രമങ്ങൾക്ക് ഫലം ലഭിക്കും എന്നുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. കൂടാതെ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിന് പുതിയ തുടക്കം നൽകുന്ന ചില അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഒരുപക്ഷെ പുതിയൊരു ജോലി ലഭിക്കുന്നതാവാം, പുതിയ എന്തെങ്കിലും കോഴ്സുകൾ പഠിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നതാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് തുടങ്ങുന്നതിനുള്ള ഒരു ആശയം നിങ്ങൾക്ക് ഉണ്ടാവുന്നതാവാം. അപ്പോൾ അത്തരത്തിൽ നിങ്ങളിലേക്ക് വരുന്ന അവസരങ്ങളെ നിങ്ങൾ അവഗണിക്കരുത് എന്ന് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നുണ്ട്. ഇത് ഭാവിയിൽ നിങ്ങൾക്കൊരു സ്ഥിരതയും സുരക്ഷയും നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റുന്ന ഒന്നായിട്ട് മാറും എന്നുള്ളതാണ് കാണുന്നത്. കൂടാതെ ഇവിടെ നിങ്ങൾക്ക് ചുറ്റുമുള്ള നിങ്ങളുമായിട്ട് അടുപ്പമുള്ള സുഹൃത്തുക്കൾ, ബന്ധുക്കൾ ഇവരുമൊക്കെ ആയിട്ട് ചില സന്തോഷങ്ങൾ പങ്കിടാനും അവരുമായുള്ള ആ ഒരു ബന്ധം കൂടുതൽ ശക്തമാക്കാനുമൊക്കെയുള്ള ഒരു സമയമാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളതെന്ന് കാണുന്നുണ്ട്. ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങളുടെ മനസ്സിന് വലിയ സന്തോഷം നൽകും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു. എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്നത് ഏത് ശക്തിയിലാണോ ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കുക. കൂടാതെ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.